ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു സർവൈവൽ സീരീസിലൊക്കെയാണ്. ഹാർഡ്കോർ നമ്മൾ ഒന്നാണ് ഗായ്സ് അടുത്ത വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് കോർഡിനേറ്റ്സ് ഒക്കെ ഓണാക്കി എടുക്കാം. ഷോർട്ട് ഡിസ്പ്ലേ ഇടുക. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. അതൊക്കെ മൊബൈൽ ടൈം എടുത്ത് ഓക്കെ. അപ്പം ഗൈസ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഈ വേൾഡ് ക്രിയേറ്റ് ആയിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളൊരു പ്ലെയിൻസിലാണ് സ്പോൺ അയക്കുന്നത്. എന്തുവാ കേവ് പോലെ കാണുമ്പോൾ ഒരു കേവിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഗൈസ് നമ്മുടെ ശ്രുതിയൊക്കെ പറയുന്ന പോലെ നമ്മൾ ഫസ്റ്റ് മെയിൻ ചെയ്യുന്ന ബ്ലോക്ക് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്തേക്കണം. എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് ശ്രുതി അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. FTT ആണോ ശ്രുതിയാണോ ബെറ്റർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ബേസിക് ടൂൾസൊക്കെ ഉണ്ടാക്കണം. ആദ്യമേ ക്രാഫ്റ്റിംഗ് ടേബിള്, കുറച്ച് സ്റ്റിക്ക്, ഒരു പിക്കാക്സ്, ഇനി കുറച്ച് സ്റ്റോണൊക്കെ മൈൻ ചെയ്യണം. അതിനു മുമ്പ് ഈ ഷീപ്പിനൊക്കെ തല്ലിക്കൊന്നൊരു ബെഡ് ഉണ്ടാക്കട്ടെ. ഓക്കെ, ആദ്യത്തെ 2 അടി കണ്ടില്ല. ഓക്കെ, അത് ചട്ടു. സക്സസ്ഫുൾ, ഒരു പൂള് കിട്ടി. ഇപ്പം തന്നെ ബെഡ് ഉണ്ടാക്കാനുള്ളതായി. ആട്ടുമ്മ പുട്ട് വിഴുങ്ങി, പുട്ടല്ലപ്പടി ആട്ടുമ്പോടെ. ഭാവിയിൽ നമുക്ക് എക്സ്പീഡൊക്കെ നല്ല രീതിയിലൊക്കെ ആവശ്യം വരുമായിരിക്കും. ഓക്കെ, അതിനെ അപ്പുറത്ത് വേറെ ബയോമാണോ? ഇതിൻ്റെ അപ്പുറം വേറെ ബയോമാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പുറത്തേക്ക് നോക്കാം. ദൈവമേ, കുഴിയൊന്നും കാണാതിരുന്നാൽ മതി. കുഴിയെല്ലാം ഉണ്ടെങ്കിൽ പെട്ടു. അടുത്ത ബയോം സ്വാമ്പ്. എനിക്കൊന്ന് ഈ സ്വാമ്പിൽ മൈൻ ചെയ്താൽ ഡയമണ്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് കോപ്പിൾ സ്റ്റോണൊക്കെ എടുക്കട്ടെ. കോളുണ്ടല്ലേ. കോൾ ഡംപിക്കാക്സ് വെച്ചാൽ കിട്ടുമോ? കിട്ടും. കേവാകല്ലേ. ഗൈസ് നമ്മൾ തൽക്കാലം ഇത്ര എടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി. ഇപ്പം നമ്മൾ സ്പോണായ സ്ഥലത്തേക്ക് വിട്ട് അല്ല ഒന്നുകൂടെ സെറ്റ് ചെയ്തെടുക്കാം. പക്ഷേ തടിയൊക്കെ വെട്ടണമെങ്കിൽ ഇങ്ങറ്റത്തേക്ക് വരണം. അതാണ് ഇഷ്യൂ. എന്തോ നമ്മൾ പ്ലേസ് ചെയ്ത ബ്ലോക്ക്. പക്ഷെ വേണമെങ്കിൽ ആ കാട്ടിലേക്ക് പോവാം. ഞാൻ എൻ്റെ ഒരു ബേസ് ഇവിടെ തന്നെ തുടങ്ങാനല്ല. അതാകുമ്പോൾ പിന്നെ ചത്താൽ ഇവിടെ തന്നെ എത്തിക്കോളും. റെസ്പോൺ പോയിൻ്റ് ഇല്ലെങ്കിൽ. സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഒരു സ്റ്റോൺ പിക്കാക്സ് കുഴിക്കാം. ഓക്കെ, ഡയറക്റ്റ് വരട്ടെ. സ്റ്റോൺ രാത്രിയായോ? ഇല്ല, കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ രാത്രിയാവും.
ഒരു ഫർണിച്ചറുള്ളതായി. അപ്പോൾ ഇതെല്ലാം ചെയ്ത് അങ്ങനെ അങ്ങ് പോകണം. അങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ചാൽ മതി, ഹാർഡ് കോർ പോലെ ആകാതെ. ഹാർഡ് കോറിലാണെങ്കിൽ അതെങ്ങനെ ചത്താൽ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കണം. ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒത്തിരി വ്യൂസൊന്നുമില്ല. ഇന്നലെയാണ് ആ വീഡിയോ അപ്ലോഡ് ഇന്നലെ പോട്ടെ 26-ാം തീയതിയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പക്ഷെ ഒത്തിരി വ്യൂസൊന്നും കിട്ടിയില്ല. അപ്പം നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് മാറുന്നതിന് മുമ്പ് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നാൽ ഒരു ബെഡ് എടുക്കുക. ഓക്കെ, ഇവിടെ ഇട്ട് പ്ലേസ് ചെയ്യുക. റീസ്പോൺ പോയിന്റ് വെക്കുക. ഇപ്പോൾ ഒരു ഫർണേഴ്സ് ഇവിടെ വെക്കാം. ഫുഡ് വെക്കുക. ഒരു കോള് ഇവിടെ ഇരുന്ന് പെട്ടെന്ന് തീരെ ഓഫ് ചെയ്യാലേ, എല്ലാം ഒരെണ്ണം കൂടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് കുറച്ച് ടൂൾസൊക്കെ ഉണ്ടാക്കണം. ഒരു ആക്സ്, ഒരു റോഡ്, ഒരു ശവല്, ഇത്രയൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രാത്രി ആവാറായി. കോഴിയെ കൊന്നു, XP കിട്ടി. അടുത്തതിനെ എല്ലാത്തിനും കൊല്ലണം, കൊല വെക്കണം. കുറച്ച് മട്ടൻ കിട്ടി. കോഴിയും പശുവും XPയും കിട്ടി. എവിടെ നിന്ന് XP ഒക്കെ കിട്ടി. ഏകരം ഈ ആക്സ് വെച്ച് ഞാൻ അടിക്കാൻ കാരണം വേറൊന്നുമില്ല. ആക്സ് വെച്ചിട്ട് ഈ XX ഡാമേജ് കൊടുക്കാൻ പറ്റും സോഡിനേക്കാളും. പക്ഷെ ചില സമയങ്ങളിൽ സോഡാണ് ഇച്ചിരി ബെറ്റർ. ചില സമയങ്ങളിൽ അറിയാതെ എങ്ങനെ ഇതിനകത്തേക്ക് വീണ ഒന്നും പറയണ്ട, സാധനങ്ങൾ ഫുള്ളും പോകും. ഓക്കെ, പശു വേന്ന് വെച്ചിട്ടൊന്നും കാര്യമില്ല. ടൈം ടു സ്ട്രൈക്കോ? എല്ലാത്തിനും കൊമ്മേൻ്റെ ഒരു അഡ്വാൻസ്മെൻ്റ് ഒക്കെ പോലെ മരം നട്ട് വെച്ചേക്കാം. മരം ഒരു വരം. ഇത് ഇവിടെ നട്ട് വെക്കാം നമുക്ക്. അതെന്തോന്ന്, ഇവിടെ ഫുള്ളും വെള്ളമാണല്ലോ. അതൊരു മൗണ്ടൻ റീജിയൻ അല്ലേ? ചിലപ്പോൾ അവിടെ പോയാൽ അയണൊക്കെ കിട്ടും, ചില സമയങ്ങളിൽ മാത്രം. ഇനിയിപ്പോൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് എല്ലാം ഒന്ന് റെഡി ആയിട്ടൊക്കെ നോക്കാം. XP കിട്ടിയില്ലേ? XP ആവോ? ഫുഡ് കുക്കായി. അടുത്തത് പിന്നെ മട്ടൻ വെക്കാം. അതും തീർന്നോ? ഫുഡിനൊരു ക്ഷാമം വരരുത് ഗൈസ്, വന്നാൽ പെട്ടു. ഞാൻ കുറച്ച് മരം വെട്ടാൻ പോട്ടെ. ഇതിനു മുമ്പേ ബെഡ് എടുക്കട്ടെ. മരം വെട്ടുന്ന വഴിക്കെങ്ങാനും രാത്രിയായ അതുക്കും മേലെ. ഓക്കെ, പോട്ടെ. എല്ലാത്തിനും ഇവിടെ വെച്ചോളൂ, അടിച്ചോളൂ. നാളെ ഈ പാവം പശുക്കളും പന്നികളും എല്ലാം എൻ്റെ കോടാരിയുടെ അടിയിൽ അല്ലെങ്കിൽ കത്തിയുടെ അടിയിലും എല്ലാം കിടക്കണമല്ലോ എന്നാലോചിച്ച് എനിക്ക് വിഷമം.
ഡേ 2 ആകാറായിരുന്നു, അല്ല ഡേ 1 ആകാറായിരുന്നു തോന്നുന്നു. കംപ്ലീറ്റ് ആകാറായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ സ്ഥലത്തേക്ക് വിടാം. ഒത്തിരി ദൂരമൊന്നുമില്ല, എന്നാലും നമ്മൾ നട്ടു വെച്ച ആ മരം എങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്ത് വളർന്നാൽ അത് അവിടുന്നും പോകും. രാത്രിയായല്ലോ, എന്താ കിടക്കാൻ പറ്റത്തെ? രാത്രിയായില്ലേ, പിന്നെന്തോന്നു? ഞാൻ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക. രാത്രി കിടക്കാൻ പറ്റുന്നില്ലേ? സന്ധ്യ എടാ എടാ. കിടന്നു. ക്രീപ്പറെല്ലാം മൂട്ടിന്ന് പൊട്ടിയാ പൊട്ടി. അങ്ങനെ നമ്മൾ 1ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെന്തുവാടാ, ഇത്രയും വലിയ കേവാ? ജസ്റ്റ് ഒരു റെവ്യൂം പോലെ, ചെറുതാ. റെവ്യൂന്നും മര്യാദയ്ക്ക് പറയാൻ പറ്റത്തില്ല. അതിലും എന്താ പറഞ്ഞാലേ ഇത് എടുക്കട്ടെ. ഫുഡൊക്കെ നോക്കി നമുക്ക്. ഇപ്പോൾ എത്ര നേരമായി? 11 മിനിറ്റായി. ഈ ഫുഡൊക്കെ ക്ഷാമം വരാൻ പാടില്ല. ക്ഷാമം വന്നാൽ പെടും. ആവടാ നീ, ഒന്നും കിട്ടിയില്ലേ? അടുത്ത് നമുക്ക് പോർക്ക് ചോപ്പ് കഴിക്കാം. ഞാനിപ്പോൾ ഫുഡ് കഴിക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഫുഡ് വെറുതെ വേസ്റ്റായി പോകും. ഇതേ ഷീപ്പ്. ആടു പാമ്പേ, ആടാട് പാമ്പേ. Dos, tres, hala Madrid. നിങ്ങൾ ബാർസ ഫാനാണോ റയൽ മാഡ്രിഡ് ഫാനാണോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ hala മാഡ്രിഡാ, റയൽ മാഡ്രിഡിൻ്റെ ഫാൻ. പുതിയതായിട്ട് എംബാപ്പയൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത സീസണിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. കുക്കായില്ലേ ഗൈസ്? അപ്പം ഞാൻ അവിടുത്തെ ആ കോളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഫ്യൂവലിന് ക്ഷാമം വരാൻ പാടില്ല. ഫ്യൂവലിനും അയ്യോ സ്കെലട്ടൻ ഷീൽഡില്ല, ഒന്നുമില്ല. എല്ലാം ഗുഹയ്ക്കകത്ത് കയറിക്ക കൊച്ചു കള്ളൻ. എല്ലാം കൂടെ അവിടെ സംസ്ഥാന സമ്മേളനം നടത്തുക. ആ സ്കെലട്ടൻ ആർമർ ഉണ്ടെന്ന് തോന്നുന്നു, ഗോൾഡൻ ആർമർ. ഇവിടെ എങ്ങാണ്ടല്ലേ ഞാൻ ആ കോളുണ്ട്. അതോ ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കണം. ഗൈസ് ഇത് മൈൻഡ് ചെയ്തെടുത്തിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ കോളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം 13 കോളായിട്ടുണ്ട്. പറഞ്ഞാൽ ഞാൻ ഈ സോഡ് ഉപയോഗിക്കുന്നില്ലല്ലേ. കിട്ടി XP ലെവൽ 4. നല്ല രീതിയിൽ ഇപ്പോൾ ആവശ്യം വരും. ഈ എൻചാൻമെൻ്റൊക്കെ ചെയ്യാൻ നേരത്തെ എൻചാൻറ്റിങ് ടേബിളിൽ അതിന് 30 മേലെ XP ലെവലാണെങ്കിൽ നല്ല കിടിലം എൻചാൻമെൻറ്റ്സ് ഒക്കെ കിട്ടും. പിക്കാക്സും ആക്സൊക്കെ വെച്ചാൽ ചിലപ്പോൾ എഫിഷ്യൻസി കിട്ടും. പിക്കാക്സ് ആണ് ചിലപ്പോൾ ഫോർച്യൂൺ കിട്ടും, ഫോർച്യൂൺ 2 or 3 എല്ലാം. അങ്ങനെയൊക്കെ പല ചാൻസും കാണും. ഇപ്പം ഞാൻ ഡേ 2 ആകുമ്പോഴത്തേക്കും അപ്പുറത്തേക്ക് ആ മല ഉണ്ടോ, അവിടുത്തെ ആ മല, അവിടെ പോകും. ഞാൻ വേറൊന്നും കൊണ്ടല്ല അവിടെ പോണേ. അവിടെ ചിലപ്പം മുകളിൽ അയണ്ടോ ഓർസോ അങ്ങനത്തെ സാധനങ്ങളും എല്ലാം കിട്ടും. പറഞ്ഞാലോ കോപ്പർ എടുക്കണം, ബ്രഷ് ഉണ്ടാക്കിയാൽ വേണം, ഇത് സ്പൈ ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ വേണം.
പിന്നെ മറ്റേ ഇടിമിന്നൽ എന്തുവാ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സാധനം ഉണ്ടാക്കും, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ആ സാധനത്തിലായിരിക്കും ഇടിമിന്നലടിക്കുന്നത്, വേറെ എങ്ങോട്ടേക്ക് ഇടിമിന്നലടിക്കത്തില്ല. അപ്പം കോപ്പർ ഇച്ചിരി അത്യാവശ്യമാണ്. പക്ഷേ കുറച്ച് ഹൈറ്റിൽ കൊണ്ടുപോയി വെക്കണം, അതാണ് സേഫ്റ്റി. ഇല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന വഴി വല്ലതും കൊണ്ടുപോയില്ലേ താഴത്ത് വെക്കുവാണെങ്കിൽ ഒന്നും പറയാനില്ല. ഇടിവെട്ടി മഴ പെയ്യാൻ നേരത്ത് ഗോവിന്ദ ചത്തുമുള്ള നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ ഇറങ്ങി നോക്കുന്നുണ്ട്. ഇപ്പം തിരിച്ച് ഇവിടെ എത്തി. ഫുഡൊക്കെ സ്മെൽറ്റായോ എന്തോ, തീർന്നാ കോള്? ഇല്ല. ഇനിയിപ്പോൾ ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഈ സാധനങ്ങളൊക്കെ വെക്കാം. പ്ലാങ്ക്, ഒരു പെട്ടി, കോപ്പർ ഇവിടെ ഇരിക്കട്ടെ, തൈ ഇവിടെ ഇരിക്കട്ടെ, ലെതർ സ്റ്റിക്ക് ഇരിക്കണം, ഫെദർ ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം, ഇതും സ്മെൽറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പം രാത്രി ആകാറായി, കുറച്ച് നേരം കൂടെ ഉണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളെ മരം വെട്ടുക വരിക. ഇവിടെ തന്നെ തമ്പടിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടുത്തെ കോർഡിനേറ്റ്സൊക്കെ ആദ്യം നോട്ട് ചെയ്ത് നോക്കണം. വേറെ ഒന്നുമില്ല, ഇല്ലെങ്കിൽ എന്തുവാ നമ്മൾ വഴിയൊക്കെ മറന്നും പോകും. വീട്ടിലേക്ക് തിരിച്ചുവരാനുള്ള വഴി എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങുമ്പോഴേ, അതുകൊണ്ട് അത് ഇച്ചിരി ഇഷ്യൂ ആയത്. ഇവിടെ രണ്ടുമൂന്ന് ബയോമൊക്കെ ഉണ്ട്. രണ്ടുമൂന്നെണ്ണമെന്ന് പറയാൻ പറ്റത്തില്ല, മലയുടെ അപ്പുറത്തേക്ക് പോയി നോക്കിയിട്ടില്ല. അപ്പം അവിടെ പോയി നോക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. ആ മലയുടെ അപ്പുറം കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ എപ്പിസോഡ് നിർത്തുക. അമ്മച്ചേ, അതാരടെ? സോംബി. സോംബി. ഞാൻ നിന്നെ കൊല്ലും, അല്ലെങ്കിൽ നീ സൂര്യൻ്റെ കയ്യിൽ നിന്ന് ചാവും. ഓക്കെ, സൂര്യൻ്റെ കയ്യിൽ നിന്ന് ചത്ത്. ഇവിടെ കേവുണ്ടല്ലേ. ഈ ഓരോ സോംബിയ സ്കെലട്ടനൊക്കെ കാണുമ്പോൾ എൻ്റെ ചങ്കിനൊരു ഇടിപ്പുണ്ട്. ചത്തുത്തില്ല എന്നും പറഞ്ഞു. ഹാർഡ് കോറല്ല ഒന്നാമത്തെ കാര്യം, എന്നാലും അയ്യോ. രാത്രി ആവാറായ? കുറച്ച് നേരം കൂടെ ഉണ്ട്. കോഴി നമുക്ക് എല്ലാത്തിനും അങ്ങ് ഫുഡാക്കാൻ വെക്കണം. ഒരുക്കാൻ സാധനങ്ങളില്ലേ, അപ്പോൾ ഇതൊരെണ്ണം വെക്കുക. ഇനി ഒന്നുകൂടെ മരം വെട്ടാം. അല്ല, വേണ്ട. ഫുഡ് ഇവിടെ കുക്കാകാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് വെക്കാം. ആ സമയം കൊണ്ട് രാത്രി വെക്കണം. എനിക്ക് മൈൻക്രാഫ്റ്റിലെ തന്നെ ഏറ്റവും യൂസ് ഇല്ലാത്ത സാധനം എന്ന് പറയുവാണെങ്കിൽ അത് ഈ ക്ലോക്കായിരിക്കും. വേറെ ഒന്നുമല്ല, ഈ രാവിലെ ആണോ രാത്രി ആണോ എന്ന് അറിയാൻ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ചുമ്മാ ആകാശത്തേക്ക് നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും.
ഇപ്പം നിങ്ങൾ സ്പോണായ സ്ഥലത്ത് എന്താ സൂര്യൻ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ആ സമയം നൈറ്റ് ആകും. ഈ ലോകത്ത് നടക്കുന്ന സംഭവമാണ് റിയലായിട്ട്. ആയിരുന്നു വന്ന സമയം കിടക്ക്. ഇപ്പായി ഇപ്പം കിടക്കട്ടെ കിടന്ന്. ഈ കിടക്കാൻ നേരത്ത് ചെറിയ ലാഗ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിനി ആ മൗണ്ടൈനിലേക്ക് പോവാം. നമുക്കൊരു പിങ്ക് ഷീപ്പിനെ കണ്ടു കിട്ടുകയാണെങ്കിൽ, ആ പിങ്ക് ഷീപ്പ് എന്ന് പറയുമ്പം വൺ ഓഫ് ദ റെയറസ്റ്റ് ഷീപ്പാണ്. കോള് കിട്ടി. ഇതേപോലെയുള്ള മൗണ്ടൈനിലൊക്കെ എന്തുവാ ഈ കോളും അയണും കിട്ടാൻ ചാൻസും ഇല്ല. പക്ഷെ എമറാൾഡ് കിട്ടാൻ ചാൻസ് കുറവ്. ഇവിടെ അടുത്ത ബയോമെത്തി. പക്ഷെ റയറല്ല ഇത്. വേറൊരു സീഡുണ്ട്, ഞാൻ യൂട്യൂബിൽ കണ്ട. ആ സീഡിലാണെങ്കിൽ കുറേ 8-10 ബയോമുകൾ അടുപ്പിച്ച്. കുറച്ച് ചാൻസ് മാത്രമേ കാണുന്നുള്ളൂ ആ വീഡിയോക്കകത്ത് അതേപോലത്തെ ബയോം കിട്ടാൻ. ഓക്കെ, പിന്നെ വേറെ എവിടെയാ? അതായിരിക്കുന്നു. ദൈവമേ, കുഴിയാവില്ലേ? ഓക്കെ, നമ്മളുടെ 2 ആണ്. കുറഞ്ഞ ഇനിയാ? ഞാൻ വിചാരിച്ചു തീർന്നു. ഇനിയിപ്പോൾ ഇവിടെ അടുത്തായിട്ട് സ്വാമ്പൊക്കെ ഉണ്ട്. വിച്ചുകെട്ടേണ്ടെന്നാലും കാണും എല്ലാ സ്വാമ്പിലും. പക്ഷെ അത് തപ്പണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് ഏത് വയോമാ? അല്ല, ഇതിൻ്റെ അപ്പുറത്തും പ്ലെയിൻസാ. ആണോ? സവാനയാ? ഇതാ കണ്ടോ ഒരു മരം? അത് സവാന ബയോമിൻ്റെ. ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ള് സവാന. അപ്പം മറ്റേ ബയോമ ഡെസേർട്ട് ഇതിൻ്റെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയാൽ കാണും. കോപ്പർ ഇപ്പം എത്ര എണ്ണം? അത് പെട്ടിക്കകത്താണല്ലേ. ഇവിടെ കേവ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ? ചത്തോ? ഞാൻ വിചാരിച്ചു ചത്തിട്ട് മുകളിലേക്ക് പോയി. ബ്ലോക്കൊക്കെ വെറുക്കുക. നമ്മൾ ഈ കോളൊക്കെ മാനേജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അത് ഞാൻ മറന്നു ഇടയ്ക്ക് വെച്ച്. ഉച്ചയാകാതെ ഈ മൈൻക്രാഫ്റ്റിനകത്ത്, റിയൽ ലൈഫിലല്ല കേട്ടോ. ഓക്കെ, മറ്റേ കേവിലൊക്കെ വീഴുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം കാരണം ക്യാമ്പ് ഫയർ ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെയെല്ലാം അടുത്ത് തന്നെ സവാന ബയോമൊക്കെ ഉണ്ട്. ഇപ്പോൾ വല്ല ഡെസേർട്ട് ടെമ്പിൾ വേണമെന്ന് തോന്നുവാണെങ്കിൽ ആ സവാനയിലൊക്കെ അങ്ങനെ ഇറങ്ങി ചെല്ലുക. ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് ഈ ട്രയൽ ചേമ്പർ എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യുന്നതിന് മുമ്പ്
എൻഡർ ഡ്രാഗനെയും വാർഡനെയും ഒക്കെ ഡിഫീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കാൻ പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ വേറൊരു വേൾഡിൻ്റെ അകത്ത് ഇവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കി ട്രയൽ ചേമ്പറിൽ ചെന്ന്. അത്യാവശ്യം ഇച്ചിരി പൊട്ടയ ആർമറൊക്കെയാണ്, പക്ഷെ നല്ല ലൂട്ടുണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ലൊരു പോട്ടൊക്കെ പൊട്ടിക്കുമ്പോൾ കിട്ടത്തില്ല ലൂട്ട്. പിന്നെ കീ ഇടാനുള്ളത്, കീ മാത്രം ഇന്ന് ഇച്ചിരി ശരിയാവുന്നില്ല. അതിനകത്ത് കീ ഇടാൻ നേരത്ത് എന്തോ ഒരു ഫുഡൊക്കെ കിട്ടും, ബ്രെഡും പൊട്ടാറ്റോയും അങ്ങനത്തെ എല്ലാം. ബട്ട് ഇതൊഴികെ എനിക്കാണെങ്കിൽ ആ വേൾഡിൻ്റെ അകത്ത് കുറേ ഓറഞ്ച് കീസ് കിട്ടി, പക്ഷേ മറ്റേ കീ കിട്ടിയിട്ടില്ല. ബ്ലൂ കളറിലുള്ള ഇതിലിടുന്നത്. രാത്രിയായോ? ഇല്ല, ഉച്ച നിൽക്കട്ടെ. ഈ ഫ്യൂവലിനൊക്കെ എന്തെങ്കിലും അത്യാവശ്യം പെട്ടു നമ്മൾ. അതുകൊണ്ടാട്ടോ ഞാൻ കോഡ് ഫുള്ള് മണിച്ചെടുക്കുന്നു. പൊട്ടിയില്ലല്ലേ? ഇപ്പം എത്ര കോളായി? ഒരു സ്റ്റാക്കൊന്നും പോരാ, ലൈഫ് ടൈം ഫുള്ളുള്ളത് വേണം. ഒത്തിരി പോകുവാണെങ്കിൽ മറ്റേ ഏൻഷ്യൻ ഡെബ്രീസ് സ്മെൽറ്റ് ചെയ്യാൻ വേണം, അയൺ സ്മെൽറ്റ് ചെയ്യാൻ വേണം, ഗോൾഡ് സ്മെൽറ്റ് ചെയ്യാനും വേണം. അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത് തന്നെ വേണം. പക്ഷേ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്യാമ്പ് ഫയർ ഉപയോഗിക്കാം. അതാകുമ്പോൾ പിന്നെ ഒറ്റ കോള് മാത്രമേ ചിലവ് വരൂ. ഒരു കോള് ഓക്ക് ലോഗോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതൊരു ലോഗും അതൊക്കെ വെച്ച് അതായിരിക്കുന്നു കോള്. മൈൻഡ് ചെയ്ത് ഇപ്പോൾ ഒരു സ്റ്റാക്ക് കഴിഞ്ഞു. അതായിരിക്കുന്നു എടുത്ത്. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് മൈൻക്രാഫ്റ്റിലെ ബയോം ഏതാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ്. കോപ്പർ ഇരിക്കട്ടെ. കോപ്പറൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പുതിയ ഡോറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഡോറും ട്രാപ്പ് ഡോറും എല്ലാം. ഈ ട്രയൽ ചേമ്പർ വന്നുകൊണ്ടാണ് ഈ ടഫ് ബ്ലോക്കില്ലേ അതും പിന്നെ കോപ്പർ ബ്ലോക്കും കോപ്പറൊക്കെ കൊണ്ട് ഇച്ചിരി ഉപയോഗം ഉണ്ടായത്. കോപ്പർ ബ്ലോക്ക് അല്ല, അതിനു മുമ്പും കോപ്പർ ബ്ലോക്ക് കണ്ട് വെച്ചിട്ടാണ് ഈ ടെംപ്ലേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കോപ്പർ ബ്ലോക്ക് ഇത് ഡയമണ്ട് പിന്നെ ടെംപ്ലേറ്റ് വരണം. സമയമുണ്ട്. ഓക്കെ, ഇവിടെ എന്തായി? ഒന്നുമില്ല. ഇവിടെ ഒരു സ്റ്റാക്കും 13 കൊള്ളാലോ. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഈ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഫുഡുണ്ടല്ലേ ഇത്? ഇനിയിപ്പോൾ പതുക്കെ ഓരോരോ ഗെയിമിലൊക്കെ ഇറങ്ങി തുടങ്ങണം. രാത്രി ആയില്ലല്ലേ, മഴ പെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.